1% പോലും സൂര്യവെളിച്ചം ചെന്നെത്താൻ സാധ്യതയില്ലാത്ത അത്രയും സങ്കീർണമായ അയർലൻഡിലെ ഏറ്റവും വലിയ കേവ് സിസ്റ്റം. നിഗൂഢമായ യാത്രയ്ക്കൊടുവിൽ വിവർണനാതീതമായ കാഴ്ചകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അയർലൻഡിലെ കൗണ്ടി ടിപ്പററിയിലുള്ള മിച്ചൽ സ്റ്റോൺ കേവിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വിസിറ്റിങ്ങിന് മുമ്പേ തന്നെ നമ്മളുടെ ഡേറ്റും ടൈം സ്ലോട്ടും അഡ്വാൻസായി ബുക്ക് ചെയ്യേണ്ടതാണ്. ഈ ചെങ്കുത്തായിട്ടുള്ള പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇറങ്ങി ഏകദേശം 200 മീറ്റർ താഴെയാണ് ഈ കേവ് സ്ഥിതി ചെയ്യുന്നത്. 1 കിലോമീറ്റർ നീളമുള്ള ഈ കേവിന് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഗൈഡഡ് ടൂർ പാക്കേജാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ട്രിപ്പിൻ്റെ ഉടനീളം ഈ കേവിൻ്റെ ഹിസ്റ്ററി മുതൽ ഓരോ ഫേസിലും കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ്, ഫോർമേഷൻസ്, ജിയോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. 1833 ലൈംസ്റ്റോണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മൈക്കിൾ കോണ്ടൻ എന്ന തൊഴിലാളി വളരെ അപ്രതീക്ഷിതമായാണ് ഈ കേവ് കണ്ടെത്തിയത്. തുടർച്ചയായ പഠനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും സർവേകൾക്കും ശേഷമാണ് ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത്. 2022 അയർലൻഡിലെ ഭൂമിക്കടിയിലെ ആദ്യത്തെ സീസ്മോമീറ്റർ ഇവിടെ സ്ഥാപിച്ചത്. അയർലൻഡിലുണ്ടാകുന്ന എല്ലാത്തരം ഭൂചലനങ്ങളും ഈ സീസ്മോമീറ്റർ റീഡ് ചെയ്യുന്നുണ്ട്. ലൈംസ്റ്റോണും വാട്ടറും ചേർന്ന് രാസപ്രവർത്തനത്തിലൂടെ ചില ചിത്രപ്പണികൾ തന്നെ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. 1% പോലും സൂര്യപ്രകാശം കടന്നു വരാൻ അത്രയും സാധ്യതയില്ലാത്ത സങ്കീർണമായ ഗുഹയാണിതെന്ന് മനസ്സിലാക്കി തരാൻ കുറച്ച് നിമിഷത്തേക്ക് അവർ അതിൻ്റെ ഇലക്ട്രിക് സപ്ലൈ പൂർണ്ണമായും റദ്ദാക്കുന്നു. 1972 ഇവിടം പൂർണ്ണമായും ഇലക്ട്രിഫൈ ചെയ്തത്. അതുവരെ ചെറിയൊരു ലാമ്പിൻ്റെ വെളിച്ചം കൊണ്ടാണത്രേ ഇതിനകത്തെ സന്ദർശനം നടത്തിയിരുന്നത്. ലൈംസ്റ്റോണിൽ വെള്ളം കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന രാസപ്രവർത്തനം വർഷങ്ങളോളം സംഭവിച്ചതിൻ്റെ ഭാഗമായി പല ഷേപ്പിലും രൂപപ്പെട്ട ഡ്രിപ്സ്റ്റോൺ ഫോർമേഷൻസ്, സ്റ്റാലസൈറ്റ്സ്, സ്റ്റാഗമൈറ്റ്സ്, കാൽസൈറ്റ് ക്രിസ്റ്റൽസ് ഇതിനകത്തുണ്ട്. സന്ദർശകർക്ക് കേവ് ടൂർ ഈസിയാക്കുന്നതിൻ്റെ ഭാഗമായി സ്ഥാപിച്ച കുറച്ച് സ്റ്റെപ്പുകളും ഇലക്ട്രിക് ലൈറ്റുകളും ഒഴിവാക്കിയാൽ 100% പ്രകൃതിയുടെ കലാവിരുതുകൾ ഇവിടെ കാണാൻ സാധിക്കും. വർഷങ്ങളെടുത്തിട്ടാണ് 1 സെൻറ്റിമീറ്ററോളം നീളമുള്ള കാൽസൈറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ഫൈനസ്റ്റും അയർലൻഡിലെ തന്നെ ഏറ്റവും വലുതുമായ ദ ഹ്യൂജ് ടവർ ഓഫ് ബേബൽ എന്ന 9 മീറ്റർ നീളമുള്ള കാൽസൈറ്റ് കോളം സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്താണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത് ഇത്രയും ഫോം ചെയ്ത് വന്നിട്ടുണ്ടാവുക. കേവിൻ്റെ ഈ ഒരു പാർട്ട് ഇതിന് പുറത്തുള്ള ഏതൊരു റിവറുമായി ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. നിഗൂഢമായൊരു നിധി തേടിയുള്ള യാത്ര പോലെയാണ് ഈ കേവിലൂടെയുള്ള യാത്ര. കലാവൈദഗ്ധ്യമുള്ള തച്ചുകാരനെ പോലും തോൽപ്പിക്കും വിധം പ്രകൃതിയുടെ തന്നെ നാച്ചുറൽ കാർവിംഗ്, അതിമനോഹര ശില്പങ്ങളും കലാരൂപങ്ങളും കൊത്തിയെടുക്കുന്ന അത്രയും കലാവൈദഗ്ധ്യം. ഇതിനകത്ത് ഒരു സ്പെഷ്യൽ അക്വസ്റ്റിക് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ പലതരം കൺസേർട്സും ഈവൻറ്റ്സും ഇവിടെ നടത്തി വരാറുണ്ട്. കൂടാതെ ധാരാളം മൂവീസും ഡ്രാമ സീരീസും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വൈക്കിങ്സ് എന്ന പോപ്പുലർ ഡ്രാമ സീരീസിൻ്റെ സീസൺ 5 ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അഡ്വഞ്ചറസും എഡ്യൂക്കേറ്റീവുമായ ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ട്രിപ്പാണ് മിച്ചൽ സ്റ്റോൺ കേവ്.